മിഥുൻ, പൊതുവെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർ എന്ത് തോന്നിവാസം കാണിച്ചാലും എന്ത് അരാജകത്വം നടന്നാലും ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളെല്ലാം വളരെ ശാന്തമായി തന്നെ പോകും, അക്രമാസക്തമൊന്നും ആവില്ല. അപ്പം പൊതുവെ പൊതുജനങ്ങൾ പണ്ടേ പറയുന്നത് ഇടതുപക്ഷം പുറത്തു നിൽക്കണം, കോൺഗ്രസ് ഭരിക്കണം, എന്നാലേ ഈ ഒരു ഭരണത്തിൽ സമരം കാണാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ എന്നാണ് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ ആ സഭയ്ക്ക് മുന്നിൽ കണ്ടത് കോൺഗ്രസ് ആ ഒരു ആഞ്ഞടിച്ചുകൊണ്ട് തിരിച്ചു വരികയല്ലേ എന്ന് നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? കോൺഗ്രസിനെയും യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടമാണിത്. അവർക്ക് അതിനെ പറ്റി ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്കറിയാമല്ലോ, കേരളത്തിലെ പോലീസിന്റെ അതിക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് 2 ആഴ്ചയിലധികമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ നയം എന്ന് പറയുന്നത്. അതിന്റെ തുടക്കമാണ് ഇന്ന് സഭയിൽ കണ്ടത്. ആ വിഷയം അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ അവതരിപ്പിക്കുന്നു. അതിന് അനുമതി, ചർച്ചയ്ക്ക് തന്നെ അനുമതി സർക്കാർ കൊടുക്കുന്ന വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ അത് ചർച്ചയ്ക്ക് എടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് മറുപടി കേട്ട് കഴിയുമ്പോൾ നമ്മൾക്കറിയാം അദ്ദേഹം എത്രത്തോളം പ്രതിരോധത്തിലായിരുന്നു. ആ വിഷയത്തിൽ അദ്ദേഹം ചീറ്റിപ്പോയി എന്നുള്ളത്. നമ്മുടെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുക എന്ന ഒരു സമീപനമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ അവിടെ തന്നെ സഭയ്ക്കകത്ത് തന്നെ ഒരു തരത്തിൽ രാഷ്ട്രീയമായ വിജയം യു ഡി എഫിനാണ്, കോൺഗ്രസിനാണ് നേടാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുത്ത വി ഡി സതീശൻ, അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടയ്ക്ക് വലിയ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് പുറത്തു പോകണം മിസ്റ്റർ പിണറായി എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് വി ഡി സതീശൻ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനൊക്കെ തന്നെ മറുപടി കൊടുത്ത പിണറായിയുടെ ശബ്ദം വളരെ താണതായിരുന്നു. അത്ര വലിയ, സാധാരണ പിണറായി എങ്ങനെയാണോ സഭയിൽ പ്രതിപക്ഷത്തോട് ഏറ്റുമുട്ടുന്നത് അതിന്റെ 7 അയലത്തെത്തുന്ന ഒരു ശബ്ദമോ അല്ലെങ്കിൽ അത്ര ഒരു അഗ്രസീവ്നെസ്സോ ഒന്നും തന്നെ ഇന്നത്തെ ഇതിന് മറുപടിക്കില്ലായിരുന്നു. ആ പ്രസംഗത്തിൽ വി ഡി സതീശൻ പ്രഖ്യാപിച്ച ഒരു കാര്യം, കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ നമുക്കറിയാമല്ലോ, വളരെ കേരള മനസാക്ഷി അങ്ങേറ്റം ഞെട്ടിച്ച ഒരു മർദ്ദനമായിരുന്നു അത്. ആ വിഷയത്തിലെ, ആ സംഭവത്തിലെ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കണം. അത് സതീശൻ തന്റെ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു, അതിനകത്ത് മറുപടി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗം തീരാറായി, നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ എപ്പോഴാണ് തീരുകയെന്ന്. അപ്പോൾ അതിനിടയ്ക്ക് സതീശൻ എണ്ണീറ്റിട്ട് ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, നിങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് മറുപടി പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാനത് കേട്ടതാണ്, പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം ഞാൻ ആദ്യമേ കേട്ടതാണ്, പിന്നെ എന്തിനാണ് ഇപ്പോഴും ചോദിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അതിന് മറുപടി പറയാതെ അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം വി ഡി സതീശൻ എണ്ണീറ്റിട്ട് ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല, ആ ക്രിമിനലുകളായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യത്തിൽ ഒരു മറുപടിയും മുഖ്യമന്ത്രി തന്നില്ല, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ പ്രസംഗത്തിനിടയ്ക്ക് സതീശൻ ഒരു സമരം പ്രഖ്യാപിച്ചിരുന്നു. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ ഞങ്ങൾ സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ സമരം ആരംഭിക്കുകയാണ് എന്ന് ഈ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ 2 MLA മാർ, കോൺഗ്രസിന്റെ യുവ MLA ആയ ചാലക്കുടിയിൽ നിന്നുള്ള TJ സനീഷ് കുമാർ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ മഞ്ചേശ്വരത്ത് നിന്നുള്ള MLA AK അഷ്റഫ്, ഈ 2 MLA മാരും ആ നിമിഷം തന്നെ അവർ വാക്കൗട്ട് നടത്തി വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് സമരം ആരംഭിച്ചിരിക്കുകയാണ്. അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇനിയിപ്പോൾ ഏതാണ്ട് ഒക്ടോബർ 10 വരെയുള്ള 12 ദിവസം സഭാ സമ്മേളനം നടക്കുകയാണ്. ഇടയ്ക്ക് ചില അവധികളൊക്കെ ഉണ്ട്, എങ്കിലും 12 ദിവസത്തോളം സഭാ സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ആ സഭാ സമ്മേളന കാലയളവിൽ സഭാ കവാടത്തിൽ തന്നെ 2 UDF-ന്റെ MLA-മാർ സമരത്തിലേക്ക് പോകുന്ന വളരെ ഒരു ഗൗരവതരമായ ഒരു സമരത്തിലേക്ക് UDF പോയിരിക്കുകയാണ്. അത് വളരെ ഒരു രാഷ്ട്രീയമായ തന്ത്രമാണ്. ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ പറയുന്ന കേരള പോലീസിനെയും ഒപ്പം തന്നെ അതിനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിരോധത്തിൽ നിർത്തുക, അതിന് മറുപടി പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങൾ അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ആ സമരത്തിന് പിന്തുണയുമായിട്ട് ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ KSUവിന്റെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ തന്നെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒരു സമരവും നിയമസഭാ മാർച്ചും ഒക്കെ തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ UDF നടത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാവുന്നത്. അതായത് ഇപ്പോ സർക്കാർ കരുതിയിരുന്നിട്ടുണ്ടാകാം UDF എന്തായാലും ഒരു തളർച്ചയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം അത് മാധ്യമ വേട്ടയായിരുന്നു, സമൂഹത്തിലുണ്ടായ സോഷ്യൽ മീഡിയയിലുണ്ടായ ആരോപണങ്ങളായിരുന്നു, വ്യക്തമായ പരാതി വന്നിട്ടില്ല, നിയമ നടപടികൾ നീങ്ങിയിട്ടില്ല. എന്നാൽ പോലും ഈ കോൺഗ്രസ് ശക്തമായ ഒരു നടപടിയുമായി തന്നെയാണ് അതിനെ നേരിട്ടത്. പക്ഷെ അതിനുശേഷം സൈബർ ഇടങ്ങളിൽ VD സതീശൻ
നല്ല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടുകയുണ്ടായി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം രംഗത്ത് വരികയും അത് ചിലപ്പോൾ ഇടത് സൈബർ പോരാളികളാകാൻ സാധ്യതയുണ്ട്. കാരണം വി ഡി സതീശന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ആർജവം, അതായത് എന്തായാലും സഭ തുടങ്ങുമ്പോൾ ഇപ്പോ സർക്കാർ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അവസരത്തിൽ സതീശൻ ആഞ്ഞടിക്കും എന്നുള്ള ഒരു ബോധ്യത്തിന്റെ പുറത്ത് തന്നെ സതീശനെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അപ്പോ എന്നാൽ അതൊന്നും തളർത്താനാവില്ല എന്നുള്ള ഒരു തെളിയിച്ചു കൊടുക്കൽ തന്നെയായിരുന്നു ഇന്ന് സഭയിൽ കണ്ടതല്ലേ? തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തില് സ്വാഭാവികമായിട്ടും UDF-ഉം കോൺഗ്രസും വലിയ പ്രതിരോധത്തിലാകേണ്ട ഒരു കാര്യമായിരുന്നു. എന്നാൽ അവിടെ ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ നേതൃത്വം, പ്രത്യേകിച്ച് വി ഡി സതീശന്റെ ആ ഒരു നിലപാട്, അതിനിടയ്ക്ക് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിക്കുന്നു. അത് രണ്ടും ഈ പറയുന്ന പാർട്ടിക്കും മുന്നണിക്കും കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ്, ഒരു മൈലേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഒരു സ്ത്രീ പീഡന വിഷയത്തിൽ പ്രതിയായിട്ട് വരുന്ന ജനപ്രതിനിധിയെ പുറത്താക്കുക, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക, അനിശ്ചിതകാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സഭാ സമ്മേളനം തുടങ്ങുന്ന തലേ ദിവസം വി ഡി സതീശൻ, പാർലമെന്ററി പാർട്ടിയുടെ നേതാവായ വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഇത്തരം ഒരു നടപടി തങ്ങൾ എടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? ഞങ്ങളുമായിട്ട് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക്. അദ്ദേഹം സഭയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്ത അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. സഭയിൽ വന്നാൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ട ബാധ്യത സ്പീക്കർക്കാണ്. ഒപ്പം തന്നെ അദ്ദേഹം വന്നാൽ ഇരിക്കാനുള്ള സീറ്റ് പ്രത്യേക ബ്ലോക്കാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല, ഞങ്ങളുടെ സീറ്റിൽ ഞങ്ങളുടെ ഒപ്പം ഇരുത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു കത്ത് കൊടുത്തത്. ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് പോയി ഒരു പ്രത്യേക ബ്ലോക്കിലാണ് ഇരുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ സതീശന്റെ നിലപാടിന് വലിയ കയ്യടി ഉണ്ടായി. അത് കോൺഗ്രസിന് വലിയ മൈലേജ് കൊടുത്തു. സതീശന്റെയും ഇമേജ്, രാഷ്ട്രീയ ഇമേജ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് വി ഡി സതീശന്റെയാണ്. അത് ഈ വിഷയം മാത്രമല്ല, നമ്മൾ കണ്ട് നിലമ്പൂരിലെ അൻവറിന്റെ വിഷയത്തിൽ എടുത്ത നിലപാട്, അത് രണ്ടും സതീശൻ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്വീകാര്യത വളരെ വലുതാണ്. അതിൽ ഈ പറയുന്ന പോലെ CPM-ഉം LDF-ഉം എല്ലാം വിളറുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്ന ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ സതീശൻ ഈ വിഷയത്തിൽ ഈ പറയുന്ന സംസ്ഥാനത്തെ പോലീസിന്റെ അതിക്രമങ്ങളിൽ വളരെ ശക്തമായ ഒരു നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഇന്ന് ആദ്യം ചോദ്യോത്തര വേളയിലും സമാനമായ രീതിയിൽ ഈ ഭരണപക്ഷം പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്ന് ആദ്യം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിന് ആരോഗ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഈ ഹാരിസ് ചിറക്കലിന്റെ വിഷയമൊക്കെ അതുമായി ബന്ധപ്പെട്ട മറുപടി കൊടുത്തു. അതിനകത്ത് ഹാരിസ് ചിറക്കലിന്റെ ആ ആരോപണം അത് ശരിവെക്കുന്ന ഒരു മറുപടിയാണ് ആരോഗ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ സമിതി കൊടുത്ത റിപ്പോർട്ട് മന്ത്രി പറയുമ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഈ കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരുന്ന നിർധനരായിട്ടുള്ള ആളുകളിൽ നിന്നുമാണ് അത്തരത്തിൽ അവരെ കൊണ്ട് ഈ പറയുന്ന ഓപ്പറേഷനുള്ള ഉപകരണങ്ങൾ വാങ്ങിപ്പിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് മന്ത്രി തന്നെ ഇന്ന് സഭയിൽ വെച്ച രേഖയിൽ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഉൾപ്പെടെ ഈ പറയുന്ന നേരത്തെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വി ഡി സതീശൻ ഈ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും വ്യക്തമായ മറുപടി കൊടുക്കാൻ വീണ ജോർജിന് കഴിഞ്ഞില്ല. മറിച്ച് വീണ ജോർജ് സതീശനെ വെല്ലുവിളിക്കുകയാണ്, ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. മുൻപ് കഴിഞ്ഞ 2011-ലെയും അതിനു മുമ്പുള്ള സർക്കാരുകളുടെയും ഒക്കെ തന്നെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ കണക്കുകൾ, പഴയ സർക്കാരിന്റെ കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുറവുകളെയൊക്കെ തന്നെ മഹത്വവൽക്കരിച്ച് കാണിക്കുന്ന ഒരു നിലപാടാണ് അവിടെ ഉണ്ടായി. പയറഞ്ഞാടി എന്ന് പറയുന്ന സമീപനം. എന്തായാലും ഇന്ന് ഈ പറയുന്നത് പോലെ ഈ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നീക്കം, അത് വി ഡി സതീശന്റെ തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അതിന്റെ ഒരു വിജയമായിട്ട് നമുക്ക് തന്നെ കാണാൻ കഴിയും. വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ലക്ഷ്യമിടുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഈ പറയുന്ന ഭരണപക്ഷത്തിൽ നിന്ന് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം നിരവധി വിഷയങ്ങളുണ്ട്. ഈ പറയുന്ന ആരോഗ്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുള്ള ഈ സർക്കാർ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്ത് കത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് കോൺഗ്രസിലെ മർമ്മത്തിലടിക്കുക എന്ന് പറയുന്ന പോലെ ശക്തമായ നടപടിയെടുത്ത് ആ ഒരു ആയുധത്തിന് മുന അങ്ങ് ഒടിച്ചു. അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാം ഈ സഭയിലേക്ക് വരുമ്പോൾ തങ്ങൾക്ക് ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടം സഭയിലും എത്തിയില്ല. അവർ പ്രതീക്ഷിച്ചിരുന്നത്, ഇന്നലെ വന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് സഭയിൽ വരും, അത് വി ഡി സതീശന് ഒരു തിരിച്ചടിയാക്കും. ഇന്നലെ അങ്ങനെയാണല്ലോ അതിനെ വിശേഷിപ്പിച്ചത്. ഇന്നലെ രാഹുൽ സഭയിൽ വന്നപ്പോൾ അത് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് സതീശനുണ്ടായ തിരിച്ചടിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാഹുൽ സഭയിൽ വരാതിരുന്നതിന്റെ ക്രെഡിറ്റും വി ഡി സതീശന് കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെ എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടം സഭയിൽ വന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം താൻ സഭയിൽ എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന പാർട്ടിക്ക്, താനിപ്പോൾ പാർട്ടിയുടെ അംഗമല്ല, ഭാഗമല്ലെങ്കിൽ പോലും കോൺഗ്രസിനും UDF-നും ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് എത്രത്തോളമാണ് തിരിച്ചറിയാൻ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമാണ്. അദ്ദേഹം മരണം വരെ കോൺഗ്രസ്സുകാരനായിട്ട് തുടരുമെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു
വേർതിരിവ് അല്ലെങ്കിൽ വകതിരിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വന്നില്ല. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും അദ്ദേഹം സഭയിൽ പങ്കെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ രീതിയിലും ഈ പറയുന്ന തങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അതിനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെച്ചുകൊണ്ട് കവർ ചെയ്യാമെന്നുള്ള ഒരു നീക്കത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയ്ക്ക് വലിയൊരു മങ്ങലേറ്റു, ഒരു മോഹഭംഗം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇന്നത്തെ ഒരു അവരുടെ ഒരു സഭയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അത് ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ നടപടികളൊക്കെ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ രീതിയിൽ ഈ പോലീസ് വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അങ്ങനെ ഒരു സമരം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. 2 MLA-മാരുടെ സമരം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. സഭാ കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ഈ സർക്കാരിനെ അത് കാണാതെ കണ്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ അതിന് മറുപടി പറയേണ്ടി വരും. ഈ പറയുന്നത് പോലെ അവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയം, ആ ഒരു ആവശ്യം, അത് സർക്കാരിന് അഡ്രസ് ചെയ്യേണ്ടി വരും. ഈ പറയുന്ന ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി എടുത്തുകൊണ്ട് ഈ മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് UDF-ന് ഒരു വലിയ രാഷ്ട്രീയ വിജയമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരികയാണ്. അതിനു മുന്നേ വളരെ ഒരു രാഷ്ട്രീയ വിജയം UDF-ന് സമ്മാനിക്കാൻ ഇത് ഇടയാക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കണ്ടില്ലെന്ന് നടിച്ചു പോകുന്ന മുഖ്യമന്ത്രിക്കും മറ്റ് ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർക്കും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല.